സ്കാനിങ്ങിന്റെ ഡേറ്റ് ഞാൻ ഓഗസ്റ്റ് 1 പറഞ്ഞത്. എന്നിട്ട് ഹാർട്ട് ബീറ്റ് ഉണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് എഴുതാം. ഹലോ, ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും വരുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പേ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പ്രഗ്നൻ്റ് ആണ്. മൂന്നാമത്തെ ഞങ്ങളുടെ ബേബിനെ കാത്തു നിൽക്കുകയാണ്. അപ്പം എനിക്ക് എന്നത്തെയും പോലെ ആദ്യത്തെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെയും പോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മാസങ്ങളാണ് ഈ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യത്തെ 3 മാസം ഫസ്റ്റ് ട്രൈമിസ്റ്റർ എന്ന് പറയുന്നത് എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. ഇപ്പോഴും ശരിക്കും ഓക്കെ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ട പോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ സുറുമി ഡോക്ടറെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ അടുത്ത് തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ആദ്യത്തെ ആ ഒരു ദിവസങ്ങളിൽ പോയപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വോമിറ്റിംഗ് ഉണ്ടായിരുന്നത് കാരണം ഡോക്ടർ കയ്യിലുള്ള മെഡിസിനും അതുപോലെ തന്നെ വോമിറ്റിങ്ങിൻ്റെ കുറേ ടാബ്ലറ്റൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് വോമിറ്റിങ്ങിൻ്റെ ടാബ് എടുത്തിട്ടും ഞാൻ നന്നായിട്ട് വോമിറ്റ് ചെയ്യായിരുന്നു. അത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം പോയ സമയത്ത് ഞങ്ങൾക്ക് ഡോക്ടർ ഇങ്ങനെ ജസ്റ്റ് ഞങ്ങളുടെ ബേബിനെ കാണിച്ചു തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്കാൻ ചെയ്തിട്ട് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞാനൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് വീട്ടിലോട്ടേക്ക് വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ നന്നായിട്ട് എല്ലാ ഫുഡും കഴിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. എന്താ പറയുക, എനിക്ക് സാധാരണഗതിയിലേക്കാളും ഒരാനേനെ തിന്നാനുള്ള വിശപ്പ് എന്ന് പറയുമല്ലോ, അങ്ങനെ ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പം അന്ന് ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം പിറ്റേന്നത്തെ ദിവസത്തെ വീഡിയോ കേട്ടോ ഇത്. ഞാൻ എല്ലാം ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എഡിറ്റ് ചെയ്തിടാനുള്ളൊരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോൾ ഹസ്ബു ഉച്ചയ്ക്ക് സ്കൂൾ കഴിഞ്ഞ് വരും. ആച്ചി വന്നതിന് ശേഷം അവളെയും കൂട്ടി നമ്മൾ ഹോസ്പിറ്റലിലോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം വെച്ചാൽ എനിക്ക് നല്ല യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഹസ്ബൻഡിൻ്റെയും ആച്ചേൻ്റെയും എന്തായിരുന്നു റിയാക്ഷൻ, അവർ പുതിയ ബേബി വരുന്നതെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അവരുടെ റിയാക്ഷൻ വീഡിയോ ആയിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ മാത്രം ഇരുന്ന ടൈമിൽ ചെയ്തതായത് ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് റിവീൽ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മുമ്പേ നമുക്ക് അറിയാമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളിതിങ്ങനെ പറഞ്ഞ് കൺഫേം ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ വെച്ചേക്കായിരുന്നേ. അപ്പം എന്താ പറയുക, ആ വീഡിയോ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ അവരെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആച്ചി കുഞ്ഞായിരുന്ന സമയത്ത് അസ്ബു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണോ ഉണ്ടായിരുന്നത് അതേപടിയാണ് ഇപ്പോൾ അസ്ബു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് റെമിസ്കാനേക്കാളും ആച്ചിനേക്കാളും കൂടുതൽ ടൈം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എൻ്റെ വയറ്റിൽ തഴലോടി തന്നിട്ട് പിന്നെ ബേബിനോട് സംസാരിച്ച് അവളാണ് ഏറ്റവും കൂടുതൽ അത് എൻജോയ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ വയറിൽ ഉമ്മ വന്നിട്ട് എന്നോട് പറയും, ഞാൻ ബേബിക്ക് ഉമ്മ കൊടുത്താട്ടോ ഇങ്ങനെ പറയും. അങ്ങനെ അവളാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വോമിറ്റിങ് കൂടാതെ നല്ലപോലെ പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. ഫേസിൽ വന്നത് കൂടാതെ എൻ്റെ ശരീരത്തിൽ മുഴുവനായിട്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തിയ സമയത്ത് എനിക്ക് പ്ലാസൻ്റ പ്രീവിയ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉള്ളത് കാരണം ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല പെയിനാണ്. അപ്പം ഞാൻ ആ പെയിനും സഹിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് റെമിസ്കാൻ്റെ വീഡിയോ എടുപ്പാട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റ് ഡോസ് വന്നു. അന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് ഇഞ്ചക്ഷൻ എടുത്തു. ഹോസ്പിറ്റലിലെത്തി ജസ്റ്റ് കാണിച്ച് വരാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ലപോലെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ അപ്പം തന്നെ പിടിച്ച് അഡ്മിറ്റാക്കി. പിന്നെന്ന് വെച്ചാൽ വോമിറ്റിങ് കാരണം ഞാൻ അധികം വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല. വെള്ളം കുടിക്കുന്ന ആലോചിക്കുമ്പോൾ ഞാൻ വോമിറ്റ് ചെയ്യുമായിരുന്നു. ഒരു വെള്ളവും എനിക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്ലൂക്കോസ് ഇടാം അങ്ങനെ പറഞ്ഞിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെയും കൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ അഡ്മിഷനൊക്കെ ഒന്ന് കൺഫേം ആയതിനു ശേഷം റെമിസ്ക അവരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് വീട്ടിലോട്ടേക്ക് കൊണ്ടുവിട്ടു. എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു, വീട്ടിലോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും.
പിന്നെ എൻ്റെ ഈ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് തോന്നിയ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് എനിക്ക് തോന്നിയത് എൻ്റെ മക്കളും റിമിസ്കൊക്കെ ആട്ടോ. കാരണം വെച്ചാൽ എൻ്റെ ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് എൻ്റെ കൂടെ എന്നെ ചേർത്ത് നിർത്തിയിട്ട്, ഇപ്പം ഹസ്ബു ആണെങ്കിൽ ചെറിയ കുട്ടിയാണല്ലോ, 3-3.5 വയസ്സൊക്കെ ആയുള്ളൂ. പക്ഷെ അവൾ പോലും എന്നെ മനസ്സിലാക്കിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ ഈ പ്രഗ്നൻസി പീരീഡ് ഭംഗിയുള്ളതാക്കാൻ വേണ്ടിയിട്ട് അവരെ ഒരു പെരുമാറ്റങ്ങളും അവരൊരു സപ്പോർട്ടൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ ഇത്രയും വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ ഞാൻ നന്നായിട്ട് അതിനെ കടന്നു വന്നത് തന്നെ ഇവരൊക്കെ കാരണമാണ്. എനിക്ക് റിമിസ്കാർഡിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം വെച്ചാൽ എനിക്ക് സ്മെല്ല് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. നല്ല സ്മെല്ലുകളുണ്ടല്ലോ, പെർഫ്യൂം, ലോഷൻ, അതുപോലെ തന്നെ പൗഡർ, അതുപോലെയുള്ള സ്മെല്ലുകൾ എനിക്ക് ഒട്ടും പറ്റൂലായിരുന്നു. അതുപോലെ തന്നെ ഫുഡ് കുക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള സ്മെല്ലുകളൊന്നും പറ്റൂലായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബു പോലും ഒരു പെർഫ്യൂം അടിക്കേണ്ട, അവൾ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു പെർഫ്യൂം അടിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് ഓടി വന്ന് ഞാൻ കിടക്കുന്ന റൂമിൻ്റെ ഡോറ് ലോക്ക് ചെയ്യുന്നത് പറയും, ഉമ്മച്ചിക്ക് സ്മെല്ല് വരുന്നതുകൊണ്ടാന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു നല്ല പീരീഡ് ആയിരുന്നു. പക്ഷേ ഫിസിക്കലി ഞാൻ ഭയങ്കരമായിട്ട് എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. എനിക്ക് കുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടമാട്ടോ. എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ ഈ പ്രഗ്നൻസിയിൽ ഞാൻ റിമിസ്കാർഡ് പോലും പറഞ്ഞു, ഞാൻ ആയുധം വെച്ച് കീഴടങ്ങാൻ പോകണം, എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത്. കാരണം വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പം നിങ്ങൾ മെസ്സേജുകളൊക്കെ കണ്ടിട്ടും എനിക്ക് വീഡിയോ ചെയ്യാനോ ഒന്നും, വീഡിയോ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊന്ന് എഡിറ്റ് ചെയ്തിടണമെങ്കിൽ നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല. വായിലിങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ആ ഒരു വെള്ളത്തോടു കൂടി സംസാരിക്കുന്ന സമയത്ത് നന്നായിട്ട് വോമിറ്റ് ചെയ്യും. ഇപ്പം തന്നെ എനിക്ക് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ കിതക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് എൻ്റെ ചാനലിനെയും ബാധിക്കുമെന്ന് എനിക്കറിയാം. അപ്പോഴാണ് ഞാൻ കരുതിയത്. ഇപ്പോൾ അൽഹംദുലില്ലാ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇനി വീണ്ടും തിരിച്ച് വരാം, നിങ്ങളോടൊക്കെ എൻ്റെ അപ്ഡേഷൻസ് പറയാം. എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലെ കമൻറ്റ് സെക്ഷനിലും ഒക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, എന്താ അവസ്ഥ, എന്താ കാണാത്തത്, നിങ്ങൾ ഉഷാറല്ലേ, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഞാൻ ഉഷാറാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഭയങ്കര വിശപ്പായിരുന്നു. എനിക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. ഫുൾ ടൈം വിശക്കുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വോമിറ്റ് ചെയ്യും. അപ്പം ഇച്ചിരി നേരം റിമിസ്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വിശക്കുന്ന സമയത്ത് എനിക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇരുന്ന് കരയും. കുട്ടികൾ കരയുന്ന പോലെ ഇരുന്ന് കരയായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ വോമിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തൊണ്ടയൊക്കെ പൊട്ടി ബ്ലഡൊക്കെ പുറത്തോട്ടേക്ക് വരുന്നൊരു സിറ്റുവേഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ ആ സമയത്ത് എൻ്റെ ഡോക്ടറിൻ്റെ സപ്പോർട്ട്, അയ്യോ എനിക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു നിർഭാഗ്യവശാൽ ഡോക്ടർ ഇപ്പം അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് ജോയിൻ ചെയ്ത് പുറത്തോട്ടേക്ക് പോയി. അപ്പോൾ എനിക്കതും ഭയങ്കര സങ്കടമായിരുന്നു ആ സമയത്ത്. ഇപ്പം ഞാൻ വേറൊരു ഡോക്ടറെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 5 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയി. പിന്നെ അവിടെ നിന്ന് ഇഞ്ചക്ഷനൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും എനിക്ക് ആ സമയത്ത് ഗ്ലൂക്കോസ് കയറുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങും. പിന്നെയും ഞാൻ ഓടിപ്പോയി അത് അയച്ച പാടെ വോമിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോയിരുന്ന സമയത്ത് നമുക്ക് ഡോക്ടർ കുഞ്ഞിനൊക്കെ കാണിച്ചു തന്നെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ആ സമയത്ത് ബേബിക്ക് ഹെഡ് ബീറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് നോക്കാം, കാരണം ഏർലി പ്രഗ്നൻസി ആയിരുന്നു. എനിക്ക് ഒത്തിരി മുമ്പേ ഇതിൻ്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് കാരണമായിരുന്നു നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവ് കാണിച്ചതും പിന്നെ ഡോക്ടറെ കാണിക്കാൻ പോയതൊക്കെ അങ്ങനെയായിരുന്നേ. അപ്പോൾ അവിടെ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ നോക്കാം, ഹെഡ് ബീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഒന്നുകൂടി സ്കാനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുഞ്ഞിനെ ഒന്നുകൂടെ കാണിച്ചു തന്നു, ഹെഡ് ബീറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. നമുക്കിപ്പം 1 ആയാലും 2 ആയാലും 3 ആയാലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹെഡ് ബീറ്റ് കേൾക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ, ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ അല്ലേ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കിടന്ന സമയത്ത് അർജുൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഒരു ഡോക്യുമെൻറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷെ ഞങ്ങൾ ഹോസ്പിറ്റലായാലും എന്താവശ്യത്തിനും വിളിക്കുമ്പോൾ ഓടിയെത്താനുള്ളൊരു വ്യക്തിയാട്ടോ ഇവൻ. എന്തെങ്കിലും ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുതരാൻ ഇക്കാക്കി അല്ലെങ്കിൽ അർജുനാണ് എപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അർജുനെ മിക്ക ആൾക്കാരും വീഡിയോ കാണുന്നുണ്ടാവും.
അങ്ങനെ എന്നോട് ശരിക്കും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ക്ഷീണമൊന്നും. അപ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് ചോദിച്ചു ഇപ്പോൾ ഡിസ്ചാർജ് ആക്കണോ അല്ലെങ്കിൽ ഒരു ദിവസം കൂടെ കിടക്കണമെന്ന്. പക്ഷേ എനിക്ക് ഹസ്ബൂൻ എന്നെ വിട്ട് നിൽക്കുമ്പോൾ കുറച്ച് വിഷമമാണ്. ആച്ചി പിന്നെ എൻ്റെ ഉമ്മാൻ്റെ കൂടെ നിന്നോളും, ഹസ്ബൂൻ നിൽക്കുമെങ്കിലും അവൾക്ക് എന്നെ കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ നോക്കിയിട്ട് എനിക്കിപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഡോക്ടറോട് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് നമ്മൾ പിന്നെ വീട്ടിലോട്ടേക്ക് വരുന്നതിന് പകരം നമ്മൾ നേരെ റിമിക്കാൻ്റെ വീട്ടിലോട്ടേക്കാണ് പോയത്. കാരണം അവിടെ ഉപ്പ നമുക്ക് വേണ്ടിയിട്ട് ഇളനീരൊക്കെ പറിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ നെടുവാലൂരോട്ടേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ പഴമൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉമ്മ എക്സ്പെക്റ്റ് ചെയ്തത് ഹസ്ബു ആച്ചിയും കൂടെ ഉണ്ട് എന്നായിരുന്നേ. അപ്പോൾ ഞാനിതൊന്നും കഴിക്കൂല ആ സമയത്ത്. അപ്പോൾ ഉമ്മാട് ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ നിനക്കല്ല മക്കളില്ലേ കൂടെ എന്ന് പറഞ്ഞിട്ട് അവരെ കാണാത്തപ്പോൾ ഉമ്മക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് മീൻ കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് ഉമ്മാനോട് വിളിച്ച് പറഞ്ഞിട്ട് ഉമ്മ മീൻകറിയും മീൻ പൊരിച്ചതും ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അന്നിവിടെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിറ്റേന്ന് നമ്മൾ എൻ്റെ മരുന്നിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു ദിവസം കൂടി ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് അടുത്തുള്ളൊരു ലാബിൽ പോയിട്ടായിരുന്നു നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ക്യാനിലേക്ക് അയച്ചത് കാരണം ഡയറക്റ്റായിരുന്നു ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും യൂറിൻ ഇൻഫെക്ഷനൊക്കെ വന്നു കേട്ടോ. പിന്നെ അഡ്മിറ്റ് ആവാതെ ഈ ഇളനീരൊക്കെ കഴിച്ചിട്ടും മാക്സിമം എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്തത് കാരണം ഞാൻ നിങ്ങൾക്ക് ടിപ്സ് പറഞ്ഞു തരാം കേട്ടോ. ഇനി ആരെങ്കിലും പ്രഗ്നൻ്റ് ആയ ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഇത്രയും വലിയ ബുദ്ധിമുട്ടുള്ള പീരീഡ് കടന്നു വരാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ഇതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ ട്രിക്കൊക്കെ കണ്ടുവച്ചിട്ട് അങ്ങനെയായിരുന്നു വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയി. പിന്നെ ഓരോ ട്രൈംസ്റ്റർ കിടക്കുന്നതോടും നമുക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ വരുമല്ലോ. ഇപ്പം എനിക്ക് നല്ല ബാക്ക് പെയിനും അതുപോലെ നല്ല കിതപ്പും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു പ്രഗ്നൻസിയിൽ നോർമലാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എല്ലാവരെക്കാളും അല്ലെങ്കിൽ വളരെ ചുരുക്കം ആൾക്കാരിൽ പെട്ടൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്ത് വരുമ്പോൾ എക്സ്ട്രീമായിട്ട് വരും. ചില ആളുകൾക്ക് പ്രഗ്നൻസി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നതും ഡെലിവറി നടക്കുന്നതും കുഞ്ഞുവാവനെ കയ്യിൽ കിട്ടുന്നതൊന്നും വലിയ ബുദ്ധിമുട്ടുകളില്ലാണ്ട് പോകില്ല. പക്ഷേ ചില ആളുകളെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ ഹോസ്പിറ്റലായിരിക്കും. അപ്പോൾ അതുപോലൊരു വ്യക്തിയാട്ടോ ഞാൻ. എത്ര ഇഞ്ചക്ഷൻ എനിക്ക് ഈ ടൈമിനുള്ളിൽ എടുത്തതെന്ന് എനിക്ക് തന്നെ എണ്ണമില്ല. ഒരുപാട് ഇഞ്ചക്ഷൻ, ഒരുപാട് മരുന്ന് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആണ്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പ്ലാസൻ്റ പ്രീവിയ എന്നുള്ളൊരു സിറ്റുവേഷൻ എനിക്ക് ഹസ്ബൻഡിനകത്തും അത് തന്നെയായിരുന്നു പ്രശ്നം. അപ്പോൾ അതിനകത്തും ബെഡ് റെസ്റ്റും അതുപോലെ തന്നെ ഒരു 6-7 മാസത്തിനടുത്ത് ഞാൻ ഈ കണ്ടിന്യൂസ് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടായിരുന്നു അവളെ എനിക്ക് സേഫായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ബുദ്ധിമുട്ടുകളൊക്കെ ഇതിനകത്തും ഉണ്ട്. പക്ഷേ എന്നാലും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കാൻ ഇപ്പോൾ റെമിസ്കൻ്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ജോലിക്കൊക്കെ പോകുന്നത് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടാണുള്ളത്. എൻ്റെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേ ഹസ്ബൻഡ് മുഖം കണ്ടില്ലേ, ഹസ്ബൂന് നല്ല പനി വന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അന്ന് വൈകുന്നേരം തന്നെ ഹസ്ബൂനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അപ്പോൾ ഇതേ ഇങ്ങനെയൊക്കെയാണ് കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ റീസണും കാര്യങ്ങളും ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഡെയിലി കാണാൻ വേണ്ടി ശ്രമിക്കാം. പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആവട്ടെ അതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെ എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം. അതുവരേക്കും ബൈ.